ശ്രീകോവിലിനുള്ളിൽ മോഷ്ടാക്കൾ തുറന്നു വച്ചിരുന്ന ഒരു പെട്ടി മണത്ത ശേഷം പോലീസ് നായ പൂജാരികൾ കുളിക്കുന്ന വാലാങ്കുളത്തിലേക്കാണ് പോയത്. കിഴക്ക് വശത്തുള്ള വാലാങ്കുളത്തിൽ ചാടിയ പോലീസ് നായ പിന്നീട് തെക്കേ ഗോപുരവാതിലും കിഴക്കേ നടയിലുമെത്തി. വീണ്ടും പുറത്തിറങ്ങിയ നായ പോയത് ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിലേക്കാണ്. ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരികെ ക്ഷേത്രത്തിലേക്ക് വന്ന നായ ക്ഷേത്രത്തിനടുത്തുള്ള ചായക്കടയിലും കയറി. വളരെ ആസൂത്രിതമായി ചെയ്ത മോഷണമാണിതെന്ന് പോലീസിനങ്ങനെ വൈകാതെ മനസ്സിലായി. മോഷ്ടാക്കൾ നടയടയ്ക്കുന്നതിന് മുൻപ് തന്നെ ഉള്ളിൽ കടന്നിരിക്കാമെന്ന നിഗമനത്തിലായിരുന്നു പോലീസ്. മോഷണത്തിന് ശേഷം ഇവർ എങ്ങനെ രക്ഷപ്പെട്ടു എന്നത് ദുരൂഹമായി തുടർന്നു. അമ്പലത്തിലെ ജീവനക്കാരെ പോലീസ് ചോദ്യം ചെയ്തു. അമ്പലക്കുളം വറ്റിച്ചു. സഹായകരമായ ഒരു വിവരവും പോലീസിനന്ന് ലഭിച്ചില്ല.